ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ബോക്സ് ഫുട്ബോൾ. അപ്പോൾ ആദ്യമായിട്ട് ലൈക്ക് ഒരുപാട് മിഡിൽ ഈസ്റ്റിലൊക്കെ ഉള്ള ഒരുപാട് പേര് ഇത് കാണുന്നുണ്ട്. ഐ ഹോപ്പ് യു ആർ ഓൾ സേഫ്. ഐ ഹോപ്പ് പീസ് വിൽ പ്രിവെയിൽ സൂൺ. സമാധാനം ഉടനെ എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മുടെ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ഒരു മെൻഷൻ ചെയ്യണം. ബിക്കോസ് ഇറ്റ് വാസ് വെരി വെരി മെച്യൂർഡ് ഇന്നിങ്സ് ഫ്രം സഞ്ജു. കുറേ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഈസ് ബെസ്റ്റ് ഇന്നിങ്സ്. അപ്പോൾ കളി കഴിഞ്ഞ് നേരെ അത് സൈമിൾട്ടേനിയസ്ലി കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ അതിൽ മുങ്ങിപ്പോയി. ബട്ട് സ്റ്റിൽ ഞാൻ കളി കുറേയൊക്കെ ഫോക്കസ് ചെയ്തു, നമ്മുടെ കളി കണ്ടു. സോ 21 പോസിബിൾ പോയിൻറ്റ്സ് നമ്മൾ 19 പോയിൻറ്റ്സ് എടുത്തിരിക്കുകയാണ്, വിച്ച് ഇസ് സോ ഹ്യൂജ്. നമ്മൾ ടോപ്പ് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ടല്ല തുടങ്ങിയത്, നമ്മൾ ടോപ്പ് 4 കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് തുടങ്ങിയത്. ഈവൻ ജിം റാഡ്ക്ലിഫിന് ടോപ്പ് 6 തന്നെ മതിയായിരുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ 21-ൽ 19 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജാണ്. ഗിവൺ ദാറ്റ് ചെൽസി ഇപ്പോൾ തോറ്റിരിക്കുകയാണ്. ചെൽസി ഹാസ് ഡ്രോപ്പ് പോയിൻറ്റ്സ് അഗെയിൻസ്റ്റ് ആഴ്സണൽ. സോ ഇറ്റ്സ് 6 പോയിൻറ്റ്സ് ഇപ്പം ചെൽസി നമ്മൾ തമ്മിൽ. ഇറ്റ്സ് വെരി വെരി എന്താ പറയുക, ഒരു ഭയങ്കര ഒരു വലിയൊരു ബൂസ്റ്റാണ്. ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വില്ല തോക്കുന്നു, വില്ലയുടെ ഒപ്പം എത്താനുള്ള സാഹചര്യം നമുക്ക് കിട്ടുന്നു. നമ്മൾ കൃത്യമായിട്ട് ക്യാപിറ്റലൈസ് ചെയ്തപ്പോൾ വില്ലയുടെ മേലെ എത്തിയിരിക്കുകയാണ്. സെയിം പോയിൻറ്റ്സ് ആണെങ്കിലും വില്ല തോക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ തേർഡ് കയറിയിരിക്കുകയാണ് ആദ്യമായിട്ട്. കുറേ കാലത്തിന് ശേഷം നമ്മൾ തേർഡാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ചെൽസി ഇങ്ങനെ തോക്കുന്നു. അപ്പം ചെൽസി ആയിട്ട് 6 പോയിൻറ്റ്സ് ഗ്യാപ്പ് ആവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഹ്യൂജാണ്. നമ്മളിപ്പം നമ്മൾ 2 കളി തോറ്റ് ചെൽസി 2 കളി ജയിച്ചാലേ നമ്മൾ ഒപ്പത്തുള്ളൂ. സോ അതൊക്കെ നോക്കുമ്പോഴത്തേക്കും ആസ് മാൻ യുണൈറ്റഡ് ഫാൻസ് നമ്മൾ വളരെ നല്ലൊരു പാച്ചിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കളി ഫസ്റ്റ് ഹാഫൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് ദേഷ്യം വരുന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂറോപ്യൻ ഫുട്ബോളൊന്നും കളിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ കോമ്പറ്റീഷൻസിൽ നിന്നും പുറത്തുപോയി. പക്ഷേ ഈ തേഴ്സ്ഡേ യൂറോപ്യൻ ഫുട്ബോൾ കോൺഫറൻസ് ലീഗിൻ്റെ പ്ലേ ഓഫ് കളിച്ച് വന്ന ക്രിസ്റ്റൽ പാലസ്, അതും ക്രിസ്റ്റൽ പാലസ് ഈസ് വെരി മച്ച് ഇൻ എ ബാഡ് പാച്ച് നൗ. ഇപ്പോൾ ഭയങ്കര രീതിയിൽ നമ്മൾ സാധാരണ പാലസ് എപ്പോഴും ഒരു ബാലി കയറാൻ മല പോലെയാണ് നമുക്ക്. പക്ഷേ സാധാരണ ഒരു പാലസിൻ്റെ ഒരു പാച്ചിലല്ല ഇപ്പോൾ നമുക്ക് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കളിച്ചപ്പം പാലസ് തന്നെ ഗുഡ് റൺ, എന്നിട്ടാണ് നമ്മൾ സെലേഴ്സ് പാർക്കിൽ ജയിച്ചത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാലസ് ഭയങ്കര രീതിയിൽ ക്ഷീണത്തിലാണ്. ഗ്ലാസ്നറും ഫാൻസും ബോർഡും ഒക്കെ ആയിട്ട് പ്രശ്നത്തിലാണ്. അങ്ങനെ ഒരുപാട്, പിന്നെ അവരുടെ മെയിൻ പ്ലെയേഴ്സൊക്കെ പോയത്, ഇപ്പം ഗുയേഹി പോയിട്ടുണ്ട്, മറ്ററ്റ ഈസ് ഇൻജുവേർഡ്. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കര വീക്കാണ് ഇപ്പം കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ. മാത്രമല്ല തേഴ്സ്ഡേ നൈറ്റ് ഫുട്ബോളും കളിച്ചിട്ടാണ് അവരിപ്പോൾ സൺഡേ ഒന്ന് കളിക്കുന്നത്. നമ്മൾ ഒരു ഫുട്ബോളും കളിക്കുന്നില്ല ഈ അപ്പാർട്ട് ഫ്രോം ദിസ് പ്രീമിയർ ലീഗ്. എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന പോയിന്റ് ഇവിടെയാണ്. നമ്മൾ എക്സ്ട്രാ ഫിക്ചേഴ്സ് കളിക്കുന്നവരോട് കളിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കണം. ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നുന്നു നമ്മൾ തേഴ്സ്ഡേ കളിച്ചിട്ട് അവർ റെസ്റ്റ് എടുത്ത് വന്ന പോലെയാണ്. ഇൻറ്റൻസിറ്റി ഭയങ്കര കുറവായിരുന്നു. സെക്കൻഡ് ഹാഫ് ആയപ്പോഴാണ് ഗിയർ ചേഞ്ച് ചെയ്തത്. ഈവൻ ആ ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ച് നോക്കിയാൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസ് വാട്ട് എ പ്ലെയർ. ഞാൻ എല്ലാ വീഡിയോയിലും ബ്രൂണോനെ പറഞ്ഞ് ഇനിയിപ്പം അതൊരു ഹിറ്റ് ആകുമെന്തോ. പക്ഷേ ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഇനി മറ്റേ വിറ്റ് കാശാക്കുന്ന കഥ പറയുന്നില്ല. പക്ഷേ സ്റ്റിൽ അതായത് ഫസ്റ്റ് അത് മിക്കവാറും ഇപ്പോൾ എല്ലാവരും സെസ്കോയ്ക്ക് കൊടുത്ത ക്രോസിനെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ സ്പ്ലിറ്റ് സെക്കൻഡിൽ കുഞ്ഞയ്ക്ക് കൃത്യമായിട്ടൊരു വെയിറ്റഡ് പാസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അത് കൃത്യമായിട്ട് കുഞ്ഞ് ടേൺ ചെയ്യുന്നു. അത് ആ വെയിറ്റ് ഓഫ് ദ പാസ് കാരണമാണ് ശരിക്കും അത് റെഡ് കാർഡ് പോയത്. അല്ലെങ്കിൽ ഹെൻഡേഴ്സൺ അവിടെ വന്നിട്ട് അത് ഗ്രാബ് ചെയ്യും എന്നുള്ള രീതിയിൽ ചിലപ്പോൾ റെഡ് കൊടുക്കില്ലായിരുന്നു. പക്ഷേ ആ പാസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൽ റീച്ച് ആവും. എന്തായാലും ഹെൻഡേഴ്സൻ്റെ അവിടെ വരെ എത്തത്തുമില്ല, എന്നാൽ കുഞ്ഞിക്ക് റീച്ചും ആവും എന്നുള്ള രീതിയിലുള്ള വെയിറ്റുള്ള പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ഗോട്ടഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ഹി ഹാസ് എന്താ പറയുക, ആ പെനാൽറ്റി സ്കോർ ചെയ്തതിനു ശേഷം 100 ഗോളും 100 അസിസ്റ്റും നേടുന്ന മൂന്നാമത്തെ മാൻ യുണൈറ്റഡ് പ്ലെയറായി. അതിൽ റയാൻ ഗിഗ്സും വെയിൻ റൂണിയും കഴിഞ്ഞ മൂന്നാമത്തെ മാൻ യുണൈറ്റഡ് പ്ലെയറായി. ഹീസ് ആൻ ഐക്കോൺ, ഹീസ് എ ലെജൻഡ്. അതിനി സമ്മതിച്ചു കൊടുത്തില്ലെങ്കിലും നിങ്ങൾ അയാളെ ഹെയ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം ഒരു ഫാക്റ്റാണ്. അതും വീണ്ടും ഞാൻ പറയുന്നു, റോണി ഗിഗ്സ് കളിച്ചൊരു കാലത്തെ യുണൈറ്റഡേ അല്ല ഇപ്പം. എന്നിട്ട് ഇവിടെ നിന്ന് ഇത്ര നമ്പേഴ്സ് ഇടുന്നുണ്ടെങ്കിൽ ഐ വണ്ടർ എന്താണ് അയാൾ ഒരു ഡീസൻറ്റ് റൺ അല്ലെങ്കിൽ ഡീസൻറ്റ് ടീമിൻ്റെ അകത്ത് നിന്നിട്ട് എന്തൊക്കെ കാണിച്ചതിനെന്ന് ഞാൻ ഇപ്പം ആലോചിക്കുന്നു. സോ ആൻഡ് സെക്കൻഡ് ഗോൾ ഷെഷ്കോയ്ക്ക് കൊടുത്തത് ഒരു രക്ഷയില്ലാത്ത, അതായത് ഹി ഹാഡ് ഓൾ ദ ടൈം. അപ്പം ഒന്നാമത്തെ കാര്യം, പാലസ് അങ്ങനെ ബ്രൂണോയ്ക്ക് ടൈം കൊടുക്കരുത് ക്രോസ് ഇടാൻ വേണ്ടി. എന്നിട്ട് അതായത് നല്ല ക്രോസ് ഇടുന്ന ആകെ ടീമിൽ ഇപ്പോൾ ബ്രൂണോ മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എംബോമോ ആ ഫ്രണ്ടിലുള്ളവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി നല്ല ക്രോസ് ഇടാൻ കഴിവുള്ള നമ്മുടെ വിങ് ബാക്കുകൾ രണ്ടുപേരും ശോകമാണ് ക്രോസ് ഇടുന്ന കാര്യത്തിൽ. അവരാരും ഇടില്ല. ഞാൻ നോക്കിയപ്പോൾ ഡയലോഗൊക്കെ സ്പേസും ഇതൊക്കെ ഉണ്ടെങ്കിലും ഡയലോഗ് ക്രോസ് ഇടുന്നില്ല. അതായത് ക്രോസ് ഇടുന്നെങ്കിൽ തന്നെ ഒന്നെങ്കിൽ ഡയലോയുടെ കോൺഫിഡൻസ് എല്ലാം പോയി. ഡയലോ നോക്കുമ്പോഴത്തേക്കും ഞാൻ നോക്കുക, അപ്പോഴത്തേക്കും ഡയലോ ഫ്രീ ആയിട്ട് നിന്നിട്ട് പോലും ക്രോസ് ഇടാതെ മീനൂന് കൊടുക്കുന്നു ക്രോസ് ഇടാൻ.
ബ്രോ വിങ് ബാക്ക് ആണ് നിങ്ങൾ. വിങ് ബാക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്കിംഗ് വിങ് ബാക്സ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ക്രോസ് ഇടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ലൂക്ക് ഷോയ്ക്കൊക്കെ ആ കഴിവ് ഉണ്ടായിരുന്നു, എവിടെ പോയോ എന്തോ. ലൂക്ക് ഷോ ഇപ്പോൾ ഇഞ്ചോർഡായി പോയി. അപ്പോൾ ഞാൻ ബ്രൂണോയുടെ ക്രോസിലേക്ക് വരാം. ഒരു കിഡിലൻ ക്രോസ് എന്ന് പറഞ്ഞാൽ അളന്ന് മുറിച്ചുള്ള ഒരു ക്രോസ്, അത് ഒരു തമ്പിങ് ഹെഡർ, ഒരു പ്രോപ്പർ സ്ട്രൈക്കേഴ്സ് ഗോള്. ഷെഷ്കോ വേറൊരു കാര്യം, താങ്ക് യു ചെൽസി ഫോർ ബൈയിങ് ഡെലാപ്പ്, താങ്ക് യു ആഴ്സണൽ ഫോർ ബൈയിങ് ഗ്യോക്കറസ്, താങ്ക് യു. ബിക്കോസ് ഷെഷ്കോ ആണ് ഇവരെ രണ്ടുപേരെക്കാളും എന്തുകൊണ്ടും നല്ലതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഞാൻ ഇന്ന് ചെൽസി വേഴ്സസ് ആഴ്സണൽ കണ്ടതിൽ ഗ്യോക്കറസിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി. അതായത് യോക്കറസിന് എജിലിറ്റി ഭയങ്കര കുറവാണ്. യോക്കറസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. മാത്രമല്ല ഇനിയും ദർ ഇസ് നോ റൂം ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് ഫോർ യോക്കറസ്. ഓൾറെഡി 28-29 വയസ്സായി. ഈ ഷെഷ്കോ എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ആക്കി എടുക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ യോക്കറസിന് എനിക്കറിയില്ല, ഹോൾഡപ്പ് പ്ലേയിലൊന്നും എനിക്ക് അത്ര വലിയ കൺവിൻസിങ് ആയിട്ടൊന്നും തോന്നുന്നില്ല. ലിങ്ക് പ്ലേ ആയാലും എനിക്ക് ഷെഷ്കോ ഇസ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ താങ്ക് യു ആഴ്സണൽ ആൻഡ് ചെൽസി ഫോർ ഇറ്റ്. ഷെഷ്കോ എന്ന് പറയുന്നത് ഒരു വെൽ റൗണ്ടഡ് പ്രോപ്പർ, ഒരു നമ്മൾ ക്രിക്കറ്റിൽ 360 പ്ലെയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു വെൽ റൗണ്ടഡ് സ്ട്രൈക്കർ ആവാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും ഉള്ളത് ഒരു കിഡിലൻ തമ്പിങ് ഹെഡറായിരുന്നു. ആ ഹെഡറിൻ്റെയൊക്കെ പവർ ജനറേഷൻ ചെയ്ത് നോക്കണം നിങ്ങൾ. ഇനി ജമ്പ് ആയാലും എന്തായാലും ഹീസ് കംപ്ലീറ്റ്ലി ഇൻ കോൺഫിഡൻസ് ഓൾസോ. അത് വേറെ കാര്യം എടുത്തു പറയണം. ഇന്ന് സ്റ്റാർട്ടും കൂടെ കിട്ടി. ഫസ്റ്റ് ഹാഫിൽ ഹി ഹാഡ് നത്തിങ് ടു ഡു. ഫസ്റ്റ് ഹാഫ് മൊത്തത്തിൽ നമ്മൾ ശോകമായിരുന്നു. ആകെപ്പാടെ ആ ബ്രൂണോ എങ്ങാണ്ട് ഒരു ഫ്രീ കിക്ക് എടുത്തത്, അത് കൃത്യം ഒരു സിറ്റർ പോലത്തെ ചാൻസ് കസമീറ മിസ്സാക്കിയത്. അല്ലാത്ത പക്ഷം രണ്ട് സൈഡിൽ നിന്നും ആ ഗോള് കൺസീഡ് ചെയ്തത് ലെനിയോറോടെ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞാലും അതിനുശേഷം അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അവർ ത്രൂ ഔട്ട് കളിയിൽ ഇപ്പോൾ ലെമൻസിനെ എവിടെ ട്രബിൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം കസമീറോ മെയിനോ എന്ന് പറയുന്ന മിഡ്ഫീൽഡ് ആക്ച്വലി അത്ര കിടിലം എന്നുള്ള രീതിയിലൊന്നും ആയിട്ടില്ല ഇപ്പോഴും. ഇന്ന് കുറച്ച് രണ്ടുപേരുടെ ഭാഗത്തുനിന്നും അത്ര ഇൻറ്റൻസിറ്റി കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ബാക്ക് ലൈനിലായാലും ലെനിയോറോ ഹീ സ്റ്റിൽ എ കിഡ്. അപ്പം അവനെ ആ രീതിക്ക് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഗ്വയർ ആയാലും ഡീസൻ്റായിട്ട് കളിച്ചു. പിന്നെ എംബൂമോ എന്ന് പറയുന്ന ഒരാൾ ഒന്നും പ്രൊവൈഡൊന്നും ചെയ്യുന്നില്ലെങ്കിലും എപ്പോഴും വർക്ക് റേറ്റിന് ഒരു മടിയും കാണിക്കാത്ത പ്ലെയറാണ്. അതുപോലെ തന്നെ അമാഡാണ് ഇന്ന് ഡ്രോപ്ഡ് ആയത്. അമാഡ് തിരിച്ചു വന്നിട്ടും ലൈക്ക് 1-2 അടിപൊളി ത്രെട്ട് ഉണ്ടായിരുന്നു അമാദിൻ്റെ വക. റൈറ്റ് ഫുട്ടിലൊക്കെ അമാദ് അടിക്കുന്നുണ്ടായിരുന്നു, വിച്ച് ഇസ് വെരി ഗുഡ്. ഫോഴ്സിങ് ഹെൻഡേഴ്സൺ ടു ഗീവ് എ ഫുൾ സ്ട്രെച്ച് സേവ്. അപ്പം ഹെൻഡേഴ്സൺ അറിയാലോ, എല്ലാ യുണൈറ്റഡിനെതിരെ കളിക്കുമ്പോൾ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ ഒരു ത്വരയുള്ളൊരു പ്ലെയറാണ്. അണ്ടർസ്റ്റാൻഡബിളി അവൻ അതൊക്കെ ചെയ്യാനുള്ള അവകാശമുണ്ട്. അപ്പം അവൻ പറയും എന്താ പറയുക, കസിയസ് ന്യൂ ഇയർ വൈബ്സ് ഒക്കെ അടിക്കും ആ സമയത്ത്. അപ്പം അതൊക്കെയാണ്. പക്ഷേ ലക്കിൽ അതുപോലെ തന്നെ കസമീറയുടെ ഒരു സേവ് ഉണ്ടായിരുന്നു ഹെൻഡേഴ്സൻ്റെ ക്ലോസ് റേഞ്ചിൽ ഒരു കോർണർ വഴി വന്നേ കണ്ടു. സോ ഹെൻഡേഴ്സൺ അത്യാവശ്യം നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. കുറേയൊക്കെ നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ നല്ല അടിക്കാൻ നോക്കി. കുറേ കൂടെ നമ്മളെല്ലാവരും ബോക്സിൻ്റെ പുറത്തുനിന്ന് കുഞ്ഞ് ട്രൈ ചെയ്യുന്നു, അമാദ് ട്രൈ ചെയ്യുന്നു, ബ്രൂണോ ട്രൈ ചെയ്യുന്നു, കോബി ട്രൈ ചെയ്യുന്നു. എല്ലാവരും ബോക്സിൻ്റെ പുറത്തുനിന്നാണ് കുറേ കൂടെ ട്രൈ ചെയ്തത്. മാത്രമല്ല സെഷ്കോയ്ക്ക് അങ്ങനെ ബോൾ ഡെലിവറീസ് ഫസ്റ്റ് ഹാഫിൽ വന്നിട്ടില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ 1-2 ഒക്കെ വന്നു. തീരെ വന്നിട്ടില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതിൽ അവൻ ക്യാപിറ്റലൈസ് ചെയ്തു. അവന് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടി. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എനിക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂക്ക് ഷോ ഇഞ്ചോർഡ് ആയിട്ട് പോയിട്ടുണ്ട്. പ്ലസ് മഗ്വയറും ടണലിലോട്ടാണ് പോയത്, നേരെ സബ്സ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലോട്ടല്ല പോയത്. ഇറ്റ് ഗീവ്സ് മീ വെറീസ്. ബിക്കോസ് അതായത് നിങ്ങൾ ഇനി അടുത്തൊരു സൈനിങ് നടത്തുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരെ എടുക്കുകയാണെങ്കിലും എന്താ പറയുക, ഫിറ്റ്നസ് അല്ലെങ്കിൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഈ എല്ലാ പാരാമീറ്റേഴ്സിൻ്റെയും മേലെ കൊണ്ടുവെക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ നിങ്ങൾ മത്തിയസ് ഡിലീറ്റ് ലോകത്തിലെ ഏറ്റവും നല്ല ഡിഫൻഡർമാരിൽ ഒരാളാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയാലും ഞാനത് പറയില്ല. നിങ്ങൾ ആരെ ഇട്ടോ, ലിസാൻഡ്രോ മാർട്ടിനസ്, ഞാനത് പറയില്ല. ആരെ ഇട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ഫിറ്റല്ല. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, 38 കളിയും പ്ലസ് 2 കളി ഇപ്പം നമ്മൾ തോറ്റ ഫിഫ കപ്പും കരവാകും. 40 കളിയുള്ള സീസണാണ്. 40 കളിയുള്ള സീസണിൽ പോലും മിനിമം ഒരു 30 കളി ഫിറ്റായിട്ടിരിക്കുന്ന ഒരു CB നമുക്കുണ്ടോ? ഇല്ല. അതൊരു വലിയൊരു കൺസേണിങ് സാധനമാണ്. കാര്യം നമ്മളിപ്പം എന്താ പറയുക, നമ്മളിപ്പം ചാമ്പ്യൻസ് ലീഗ് കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ യൂറോപ്പ ലീഗിൽ കയറും എന്നുള്ളത് ഉറപ്പാണ് ഏകദേശമൊക്കെ. യൂറോപ്പ ലീഗോ അല്ലെങ്കിൽ കോൺഫറൻസ് ലീഗിലെങ്കിലും അതിലും വലിയ ബോട്ടിലിംഗ് ഒന്നും ആഴ്സണൽ പോലും ചെയ്യില്ല. അപ്പം അതെങ്കിലും കയറും. അപ്പോൾ നമുക്ക് എന്തായാലും വിൽ ബി പ്ലേയിങ് മോർ ഫിക്സ്ചേഴ്സ്. അപ്പോൾ ഇത്ര ഫിക്സ്ചേഴ്സിൽ തന്നെ നമുക്ക് ഒരു പ്രോപ്പറായിട്ടൊരു ഫിറ്റ് സ്ക്വാഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി നിങ്ങൾ എത്രയൊക്കെ ഇനി ആൾക്കാരെ വാങ്ങുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ആൾക്കാർ പോകുമെന്ന് ആലോചിക്കണം. കസമീറോനെ വേറെ ആളെ വെച്ച് റിപ്ലേസ് ചെയ്യണം. പിന്നെ വേറെ ബെഞ്ച് സ്ട്രെങ്ത് ആക്കാൻ നോക്കിയാൽ പോലും നമുക്ക് മാക്സിമം വാങ്ങാനുള്ളതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് വേറെ ചെയ്യുന്നത് ഇപ്പം ഡാലോനെ വിറ്റ് കളയണമെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഡാലോനെ വിൽക്കരുതെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഡാലോ അറ്റ്ലീസ്റ്റ് ഈസ് ഫിറ്റ്. ഡാലോ ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ട് ഒരിക്കലും ഒരു മോശം പ്ലെയറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡാലോ അത്യാവശ്യം ഫിറ്റാണ്, നല്ല രീതിക്ക് അവൻ എന്താ പറയുക എഫേർട്സ് ഇടുന്നുണ്ട്.
എപ്പോഴും ഫിറ്റ് ആൻഡ് അവൈലബിൾ ആണ്. ഇപ്പോൾ ബ്രൂണോനെ പോലെ തന്നെയാണ് ഡാലോ. എനിക്ക് തോന്നുമ്പോഴത്തേക്കും ഡാലോനെ ഇപ്പോൾ ഗെറ്റ് റെഡി ചെയ്തിട്ട് ആരെ കൊണ്ടുവന്നാലും അയാൾ ഫിറ്റ് ആയിട്ടിരിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം മഗ്വയർ ആയാലും ലിസാൻഡ്രോ മാർട്ടിനസ് ആയാലും ഡിലീറ്റൊക്കെ എന്ന് പോയതാ, എന്നോ പോയത്. ക്രിസ്മസിന് മുന്നേ എന്താ പറയുക, കഴിഞ്ഞ എപ്പോഴാണോ ഡിലീറ്റിന് ലാസ്റ്റ് കളി, ആ ടോട്ടനമിൻ്റെ കൂടെ ഗോൾ അടിച്ചതിന് ശേഷം ഒരു കളിയും കൂടെ കളിച്ചു തോന്നുന്നു. എനിക്ക് അറിയില്ല ഡിലീറ്റൊക്കെ എന്നാണ് ഇനി തിരിച്ചു വരാൻ പോകുന്നതെന്നും ഡിലീറ്റിനെ കൊണ്ടുള്ള നമ്മുടെ ഭാവി എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഫിറ്റ് ആൻഡ് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ലിച്ച എല്ലാ അടിപൊളി പ്ലേയേഴ്സാണ്, ഒന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പം, അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം UCL പണ്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ 3 കളി കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ 8 കളിയാണ്. 5 കളികളാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ കൂടിയിരിക്കുന്നത്. നിങ്ങൾ എത്ര ഷിറ്റ് കളി കളിച്ചാലും നിങ്ങൾക്ക് 8 കളി കളിച്ചേ പറ്റുള്ളൂ അവിടെ. അപ്പോൾ ഇത്രമാത്രം ഫിക്സ്ചേഴ്സ് കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഫിറ്റ്നസ് ആൻഡ് അവൈലബിലിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം എ പ്ലെയറിൻ്റെ ആട്രിബ്യൂട്ട്സിൽ ഏറ്റവും ടോപ്പ് നിൽക്കേണ്ടതാണ്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി നമുക്കതില്ല. ഇപ്പം നമ്മുടെ കാര്യം പോട്ടെ, പൊതുവേ ഇപ്പം ടോട്ടനാമിൻ്റെ ഒക്കെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. ടോട്ടനാം അന്ന് നമ്മൾ UCL അടിച്ച് പോയപ്പോഴേ പറഞ്ഞാണ് ടോട്ടനാമൊക്കെ ഇനിയും സഫർ ചെയ്യുമെന്ന്. ഈ വക ഫിക്സ്ചർ സ്വിങ് ഒക്കെ കണ്ടിട്ട് ആ ഊള സ്ക്വാഡ് ഡെപ്തും വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റൽ പാലസ് അനുഭവിക്കുന്നതും പിന്നെന്താ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അനുഭവിക്കുന്നതൊക്കെ ഈ സ്ക്വാഡ് ഡെപ്ത് ഇല്ലാതെ എക്സ്ട്രാ മാച്ചസ് കളിക്കാൻ പോകുന്നതാണ്. അപ്പം അതൊക്കെ നമ്മൾ ഇത് ചെയ്യണം. മാത്രമല്ല സ്ക്വാഡ് ഡെപ്ത് ഉണ്ടെങ്കിൽ തന്നെ ഫിറ്റ്നസ് ഉള്ള പ്ലേയേഴ്സിനെ വാങ്ങാൻ നോക്കുക. നല്ല ഫിസിക്കാലിറ്റിയും ഫിറ്റ്നസ് ഉള്ളവരെ കൊണ്ടുവരിക. കാര്യം ഒരുപാട് ഫിക്സ്ചേഴ്സ് കളിക്കാൻ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. സോ അതൊക്കെ തന്നെയാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ഇനിയിപ്പോൾ അടുത്ത കളി എന്ന് പറഞ്ഞാൽ സെൻറ്റ് ജെയിംസ് പാർക്കിൽ പോയിട്ട് ന്യൂകാസിലിനെ നേരിടണം, വിച്ച് ഈസ് വെരി വെരി ട്രിക്കി ഫിക്സ്ചർ. ബ്രൂണോ ഗിമാറസ് അതുപോലെ പല പ്ലേയേഴ്സൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കുകയാണ് അവർ. മാത്രമല്ല അവർക്ക് ഇനിയും എനിക്ക് തോന്നുന്നു ബാഴ്സലോണ കളിക്കാനുള്ളതുകൊണ്ട് കുറേ കൂടെ അവർ കോഷ്യസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെന്തായാലും നമ്മുടെ ഗെയിം കളിക്കുക. കാരിക്ക് ഈസ് സ്റ്റിൽ അൺബീറ്റൺ, വിച്ച് ഇസ് എ വെരി 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 അമേസിങ് തിങ് ടു ബി എ മാൻ യുണൈറ്റഡ് ഫാൻ. ഇത്രയും സോറോയിലൂടെ പോയിട്ട് പുതിയൊരു നല്ലൊരു പാച്ച് കിട്ടുമ്പോഴത്തേക്ക് അതിലൊരു ഭാഗമാകാൻ സാധിക്കുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അക്കോർഡിംഗ് ടു മീ ഇന്നത്തെ കളി ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കിടിലോട്ട് കളിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വി ഗോട്ട് 3 points. അതാണ് നമ്മൾ ഇനിയും ചെയ്ത് പോകേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരു 5 കളി, ഇനി 10 കളിയിൽ ഒരു 5 കളിയുണ്ട്. ആ 5 കളി ഇങ്ങനെ 5 കളി ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പ് 4 ടോപ്പ് 5 കിട്ടും. പിന്നെ മിക്കവാറും UCL സ്പോർട്ടിനൊക്കെ ടോപ്പ് 5 പോസിബിൾ ആയിരിക്കും, ബിക്കോസ് ഇംഗ്ലീഷ് ടീംസ് ആർ ഡൂയിങ് ഗുഡ് ഇൻ യൂറോപ്പ്. ക്രിസ്റ്റൽ പാലസ് കോൺഫറൻസ് ലീഗിൽ അടുത്ത റൗണ്ടിൽ കയറി, നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ആസ്റ്റൺ വില്ലയും യൂറോപ്പ ലീഗിൽ അടുത്ത റൗണ്ടിൽ കയറി. അതുപോലെ തന്നെ 6 പ്രീമിയർ ലീഗ് ക്ലബ്സാണ് റൗണ്ട് ഓഫ് 16 UCL കയറിയിരിക്കുന്നത്. അതായത് ടോട്ടലി കറൻ്റ്ലി 9 പ്രീമിയർ ലീഗ് ക്ലബ്സ് യൂറോപ്പിൽ കളിക്കുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്, ബിക്കോസ് ടോപ്പ് 5 വരെ നമുക്ക് അച്ചീവബിൾ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതുമല്ലോ. മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗ്ലോറി മാൻ യുണൈറ്റഡ്.